ഈശോയിലെ ക്രിസ്ത്യൻ നിറഞ്ഞവരെ, ഇന്നത്തെ ലേഖന ഭാഗത്തിലെ പൗലോസിലെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ മനോഹരമായിട്ടുള്ള കുറച്ച് വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. പൗലോസിനെ പറയുകയാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നിട്ട് പറയുകയാണ്, സ്വന്തം ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്തെടുക്കുന്നു. എന്നാൽ സ്വന്തം ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യജീവൻ കൊയ്തെടുക്കുന്നു എന്ന് പറയുകയാണ്. അതായത് നമ്മൾ പാപത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സമയവും നമ്മൾ ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൽ നിന്നും നാശം കൊയ്തെടുക്കുന്നു. എന്നാൽ ആത്മാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണെങ്കിൽ, നമ്മൾ നിത്യജീവൻ കൊയ്തെടുക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചുമ്മാ ജഡത്തിന്റെ ഈ വ്യാപാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ദൈവം നമ്മിൽ നിന്നും ആത്മീയ ഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, അത്തിവൃക്ഷം കണ്ട് ഈശോ വളരെ പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെ അത്തിവൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ പഴങ്ങളില്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ ശപിച്ചു കളയുന്നതൊക്കെ കാണുന്നുണ്ട്. ഈശോ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നന്മ പ്രവൃത്തികൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈശോയുടെ പ്രതീക്ഷയ്ക്ക് ഉയരാനായിട്ട്, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട്, ആത്മീയ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമാക്കട്ടെ.